എൻ്റെ പേര് റോസ്, തൃശ്ശൂരിൽ നിന്ന് വരുന്നു. ഞാൻ 7 മാസമായി ഈ ധ്യാനത്തിന് വന്നു തുടങ്ങിയിട്ട്. ജപമാല കെട്ടുന്ന ആളാണ്, പക്ഷെ എനിക്ക് പൂർണ്ണമായി കെട്ടാൻ സാധിച്ചിരുന്നില്ല. കഴിഞ്ഞ മാസം മോൻ പറഞ്ഞു, അമ്മച്ചിക്ക് എല്ലാം പൂർണ്ണമായി കെട്ടാനുള്ള കൃപ കിട്ടിയിട്ടുണ്ട്, അമ്മച്ചി നോക്കി നോക്കുമെന്ന് പറഞ്ഞു. ആ ശക്തിയെ ഞാൻ ജപമാല പൂർണ്ണമായി കെട്ടാൻ എനിക്ക് സാധിച്ചു. യേശുവെ നന്ദി, അമ്മേ മാതന് നന്ദിയും. അതുപോലെ കൂടുതൽ രക്തജപമാല ചെല്ലാനുള്ള കൃപയും എനിക്ക് കിട്ടിയിട്ടുണ്ട്. യേശുവെ നന്ദി. ദൈവം നൽകിയ അനുഗ്രഹത്തെ ഓർത്ത് ഒന്ന് കരങ്ങളടിച്ച് ബോധപ്പെടുത്തിക്ക്. ഇത് വൈഫിന്റെ അമ്മച്ചിയാണ്, എൻ്റെ അമ്മച്ചി മന്ത്രി, എൻ്റെ അമ്മച്ചി. യേശുവെ നന്ദി, യേശുവെ സ്തുതി. എൻ്റെ പേര് സുജാത, ഞാൻ വിഴിഞ്ഞത്തിൽ നിന്ന് വരുന്നു. കഴിഞ്ഞ മാസം എൻ്റെ ചേച്ചിയും ജെയിംസ് അങ്കിളും ഞങ്ങളോടൊന്ന് പറഞ്ഞു ധ്യാനം കൂടെ. ഞാൻ ഒത്തിരി പ്രശ്നത്തിലാണ്, എന്നെക്കൂടെ വരാൻ സാധിച്ചില്ല. വരാൻ സമയപ്പെട്ടപ്പോൾ സാമ്പത്തികമായ ബുദ്ധിമുട്ട് കാരണം എന്നെക്കൂടെ വരാൻ പറ്റിയില്ല. ഈ മാസം അവരെന്നോട് പറഞ്ഞു എൻ്റെ ഹസ്ബൻഡ് സുഖമില്ലാതെ ഹോസ്പിറ്റലായിരുന്നു. അപ്പം ഇരുന്നവിടെ അറ്റാക്ക്, ഹാർട്ടിൻ്റെ പ്രശ്നം, ഇഷ്ടം അസുഖം ഉണ്ടായിരുന്നു. അപ്പോൾ അവർ നിരന്തരമായിട്ട് പ്രതിദിനം വിളിച്ച് പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞു. അസുഖം ഭേദമായി വീട്ടിൽ വന്നു. ഈ മാസം എങ്ങനെയെങ്കിലും ഞങ്ങളെ കൊണ്ടുവരണമെന്ന് അവർ തീരുമാനിച്ചു. അപ്പം വരാൻ വേണ്ടി ഇരുന്നപ്പോഴത്തേക്ക് എൻ്റെ കയ്യിൽ പൈസ ഇല്ലായിരുന്നു. നാളെ വരുന്നു എന്നായപ്പോൾ എന്നോട് പറഞ്ഞ് ഡ്രസ്സൊക്കെ മടക്കി വയ്ക്ക്, നമുക്ക് ധ്യാനത്തിന് പോകാം. എൻ്റെ കയ്യിൽ ഒന്നുമില്ല, എന്ത് ചെയ്യുമെന്ന് അറിയില്ല. എങ്കിലും ഞാൻ പറഞ്ഞ് പോകാം. അപ്പോൾ എന്നോട് ചേച്ചിയൊന്ന് പറഞ്ഞ് പൈസ കിട്ടുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല. പിന്നെ ഞാൻ പറഞ്ഞ് പോകാം. രാവിലെ എണീറ്റ് കുഞ്ഞിനെ എടുത്ത് തുണിയൊക്കെ എടുത്ത് ഞാൻ പറഞ്ഞു ബസ് കൂലി നിങ്ങൾ ഇട്ട് തരുമെന്ന് ചോദിച്ചു. അപ്പോൾ അവർ ഓന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ പൈസ അടയ്ക്കണ്ടേ? അപ്പോൾ അവരെന്നെ പറഞ്ഞു ഒരാളുടെ പൈസ അടയ്ക്കാം, ഒരാളെ നീ സങ്കല്പിക്കും. ഞാൻ പറഞ്ഞു ശരി. എങ്ങനെയോ ബസ് കൂലി ഇട്ട് ഇവിടെ വന്ന് ചേർന്ന്. ഒന്നുമില്ല. മോനെ വിളിച്ച് പറഞ്ഞ് എൻ്റെ കയ്യിൽ പൈസ ഒന്നുമില്ല, ഇവിടെ 800 രൂപ അടയ്ക്കണം, ഒരാളുടെ പൈസ. അത് ചേച്ചി അടച്ചു. മോനാണെങ്കിൽ അപ്പം തന്നെ ജെയിംസ് ബ്രദറിൻ്റെ നമ്പർ മേടിച്ച് അതിൽ 1000 രൂപ അയച്ചു കൊടുത്തു. ഇവിടെ 800 രൂപ അടയ്ക്കുകയും ചെയ്തു. ഈ പ്രാർത്ഥനയ്ക്ക് വന്നെന്ന് ഒത്തിരി എനിക്ക് ആഗ്രഹമായിരുന്നു. ആഗ്രഹത്തോടെയാണ് ഞാൻ വന്നത്, എങ്ങനെയെങ്കിലും വരണം. ഇവിടെ വന്ന് ഭയങ്കര അസ്വസ്ഥതയായിരുന്നു. ഞാൻ ജപമാല പഠിക്കത്തില്ല, എനിക്ക് അസ്വസ്ഥത. ഇവിടെ വന്ന് ഈ ജപമാല ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തപ്പോൾ എല്ലാവരും രക്തക്കണ്ണിൻ്റെ ജപമാലയുടെ കാര്യം പറഞ്ഞു. എനിക്കത് മേടിക്കണം, പക്ഷെ എൻ്റെ കയ്യിൽ പൈസയില്ല. ഞാൻ ഓടിച്ചെന്ന് ബ്രദറിൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് ജപമാല വേണം, എൻ്റെ കയ്യിൽ പൈസയില്ല. ഞാൻ മകനോട് പറഞ്ഞ് ഗൂഗിൾ പേ ചെയ്ത് തരാം. ബ്രദർ ഒന്നും പറയാത്തതിന് എനിക്ക് ജപമാലയും മാതാവിൻ്റെ ആ രൂപവും തന്നു. ഞാൻ പ്രാർത്ഥിച്ചു. അസ്വസ്ഥയായി വന്ന എനിക്ക് ഇവിടെ വന്നപ്പോൾ ഭയങ്കര അത്ഭുതമായിരുന്നു. എൻ്റെ ശരീരത്തിലുള്ള ഈ മനസ്സിൻ്റെയും ഭാരങ്ങളും ടെൻഷനും എല്ലാം മാറി. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഇപ്പോഴും. ചുരുക്കി പറയാമെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷം. ഇത്രയും വലിയ അനുഗ്രഹം തന്ന ദൈവത്തിനും മാതാവിനും 1000 നന്ദിയും സ്തുതിയും പറയുന്നു. എൻ്റെ പേര് തദയൂസാണ്, ഞാൻ വിഴിഞ്ഞത്തു നിന്ന് വരെയാണ്. ഞാൻ സുഖമില്ലാതെ ജനറൽ ആശുപത്രിയിലായിരുന്നു. അവിടെ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ് മെഡിക്കൽ കോളേജിലോട്ട് ഐ സിയുയിൽ കിടത്തണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവ് ഐ സിയിൽ പോവുകയാണെങ്കിൽ നമ്മളെ കാണാനായിട്ട് ആരെയും പറ്റത്തില്ല, കാരണം ആരെയും കയറ്റത്തില്ല മെഡിക്കൽ കോളേജിൽ. അവിടെ നിന്ന് നേരെ ഡോക്ടറിനടുത്ത് പറഞ്ഞു ഞങ്ങൾക്ക് അവിടെ പോകാൻ പറ്റത്തില്ല ഡോക്ടറെ, ഞങ്ങളെ ഇവിടെ തന്നെ ഒന്ന് അഡ്മിറ്റ് ചെയ്ത് തരണം. അപ്പോൾ അത് പറഞ്ഞു ഓക്കെ, നിങ്ങളിപ്പോൾ വാർഡിലോട്ട് കിടത്താം, നാളെ നിങ്ങൾ ഐ സിയിലോട്ട് എടുക്കേണ്ടി വരും. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ. രാത്രി 12 മണിയായി. 12 മണിയപ്പോൾ ആ സമയം എനിക്ക് അവിടെ കിടക്കാൻ പറ്റത്തില്ല, ഭയങ്കര ശ്വാസം മുട്ടും ഭയങ്കര ചുമയും ഇതൊക്കെ ആയിരുന്നു. അപ്പോഴാണ് ജെയിംസ് എന്ന് പറയുന്ന എൻ്റെ സഹോദരൻ പ്രാർത്ഥിച്ചു. ബ്രദർ ചാൾസ് ബ്രദർ വിഴിഞ്ഞത്ത് വന്നായിരുന്നു. വിഴിഞ്ഞത്ത് വന്ന് പ്രാർത്ഥിച്ചപ്പോഴാണ് എനിക്ക് സുഖം പ്രാപിച്ചെന്ന് എൻ്റെ അടുത്ത് ജെയിംസ് സഹോദരൻ എൻ്റെ അടുത്ത് പറഞ്ഞു. ദൈവത്തിന് 1000 നന്ദി, യേശുവിന് സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവം നൽകിയ അനുഗ്രഹത്തെ ഈ കുടുംബത്തെ നന്ദി പറയുന്നത് കരങ്ങളടിച്ച്. പ്രൈസ് ദി ലോർഡ്. അത്ഭുത രോഗശാന്തിയും ലഭിക്കുകയും ചെയ്തു. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. എൻ്റെ പേര് ലില്ലി, ഞാൻ തിരുവനന്തപുരം കൊച്ചുതോപ്പിൽ വരുന്നതാണ്. ഞാൻ കഴിഞ്ഞ മാസം ഈ ധ്യാനത്തിന് വരാൻ വേണ്ടി ഒരുങ്ങിയിരുന്നതാണ്, പക്ഷെ എനിക്ക് വരാൻ കഴിഞ്ഞില്ല. എൻ്റെ കാല് രണ്ടും നിലത്ത് വയ്ക്കാനൊന്നും പറ്റിയില്ലായിരുന്നു, നടക്കാൻ പറ്റാത്ത അവസ്ഥയായി. 1ഉം 2ഉം ഒക്കെ ബെഡിൽ പോകുന്ന അവസ്ഥയിലോട്ട് വന്നപ്പോൾ എൻ്റെ ഭർത്താവും മക്കളുമാണ് കൊണ്ടുപോയി കാര്യങ്ങളൊക്കെ ചെയ്യുകയും പിന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി വൈദ്യശാലയിൽ ഒരു 23 ദിവസം ഞാൻ അഡ്മിറ്റായിരുന്നു കഴിഞ്ഞ മാസം.
വീണ്ടും ഇത്തിരി സുഖമായപ്പോൾ വീട്ടിലോട്ട് വന്നു. അപ്പോൾ പെട്ടെന്ന് ഞാൻ ഇങ്ങനെ കാണുക, ഞങ്ങൾ ട്രെയിനിൽ വരെയാണ്, എൻ്റെ ഭർത്താവ് എൻ്റെ കൂടെയുണ്ട് എന്നൊക്കെ. അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചു അമ്മ ഒരുക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലായി. അപ്പം ഞാൻ വീട്ടിലോട്ട് വന്നപ്പോൾ എൻ്റെ അങ്കിളാണ് ജെയിംസ്. വീട്ടിലോട്ട് വന്ന് എൻ്റെ അടുത്ത് മാതാവിൻ്റെയും ഈ രക്തക്കണ്ണീർ ജപമാലയും സംരക്ഷണ പ്രാർത്ഥനയും എൻ്റെ കയ്യിലോട്ട് തന്നിട്ട് പറഞ്ഞു, മോളെ ഇത് പഠിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാനിത് ഇങ്ങനെ കയ്യിൽ വാങ്ങിക്കുമ്പോൾ തന്നെ എൻ്റെ 2 കൈയും നീട്ടിയാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പോഴും എനിക്ക് കാലൊക്കെ നീര്, എനിക്ക് വേദനയാണ്. അപ്പം ഞാൻ അന്ന് തൊട്ട് ഈ ജപമാല ഇവിടെ വരുന്നത് വരെയും അതിൽ എഴുതിയിരിക്കുകയാണ്, ഒരു ദിവസം 7 എണ്ണം പഠിച്ചാൽ അത്രയും ഉത്തമമാണെന്ന്, രക്തക്കണ്ണീർ ജപമാല. അപ്പം ഞാനത് ഈ ഒരു ദിവസം 7 ജപമാല വെച്ച് മുടങ്ങാതെ തന്നെ ഈ രക്തക്കണ്ണീർ ജപമാല ചൊല്ലിക്കൊണ്ടിരുന്നു. അപ്പം പെട്ടെന്ന് ഞാൻ എൻ്റെ ഭർത്താവിനെ വിളിച്ച് നമുക്ക് ധ്യാനത്തിന് പോകാമെന്ന് പറഞ്ഞപ്പോൾ മറുപടി ഒന്നും പോകണ്ടെന്നോ പറഞ്ഞില്ല. ഞാൻ തിരിച്ച് നിർബന്ധിക്കാൻ പോയില്ലായിരുന്നു. ചൊവ്വാഴ്ച ഇവിടെ വരുന്നതിന് മുമ്പ് ചൊവ്വാഴ്ച ഞാൻ ഈശോയുടെ അടുത്ത് ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിൽ പോയി മുട്ടുമടക്കി കരഞ്ഞിട്ട് പറഞ്ഞു, ഈശോയെ, ഞാൻ ഈ വിഷയം നിൻ്റെ അമ്മയുടെ കയ്യിലും നിൻ്റെ കയ്യിലുമാണ് ഏൽപ്പിക്കുന്നത്. പക്ഷെ എൻ്റെ ജീവിത പങ്കാളി എൻ്റെ കൂടെ ഈ ധ്യാനത്തിന് വരണമെന്ന് പറഞ്ഞ് അമ്മയുടെ അടുത്ത് കുത്തിയിരുന്ന് ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിൽ കുത്തിയിരുന്ന് കരഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ വരുന്നതിന് ബുധനാഴ്ച എൻ്റെ ഭർത്താവ് കടലിൽ പണിക്ക് പോകുന്ന ആളാണ്, പണിക്ക് പോകാനെന്ന് പറഞ്ഞ് ഇറങ്ങുകയാണ്. അപ്പം ഞാൻ തിരിച്ചൊന്നും പറയുന്നില്ല, നമുക്ക് ധ്യാനത്തിന് പോകണ്ടേ ഒന്നും ചോദിക്കുന്നില്ല ഞാൻ. അപ്പം പെട്ടെന്ന് ഞാൻ ഇയാൾക്ക് പണിക്ക് പോകേണ്ട എല്ലാം ഒരുക്കി കൊടുത്ത് പണിക്ക് പോകാൻ ഇയാൾ ഇറങ്ങുക. എല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ ഈശോയോട് പറയണം, ഈശോയെ, ഈ വിഷയം അത്രയും ഞാൻ നിന്നോടാണ് ഏൽപ്പിച്ചത്, നിൻ്റെ അമ്മയോടാണ് ഏൽപ്പിച്ചത്. ഇതെനിക്ക് നീ സാധിച്ചു തരണം. നീ എനിക്ക് കാണിച്ചു തന്ന സത്യമാണെങ്കിൽ ഇതെനിക്ക് എൻ്റെ ഭർത്താവ് നാളെ എൻ്റെ കൂടെ ഈ ധ്യാനത്തിന് വരണമെന്ന് ഞാൻ പറഞ്ഞിട്ട് ഞാൻ ഇരിക്കുകയായിരുന്നു. ഒരു 4:30 ആയപ്പോൾ ഞാൻ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ഈ പണിക്ക് പോകുന്ന സാധനങ്ങളൊക്കെ അവിടെ അങ്ങനെ ഇരിക്കുക. ഞാൻ വെച്ചാൽ ഇവരെന്താ പണിക്ക് പോയില്ലേ എന്ന് പറഞ്ഞ് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് താഴോട്ട് ഇറങ്ങി നോക്കിയപ്പോൾ എൻ്റെ ഭർത്താവ് ഇരുന്ന് വലയടയ്ക്കുക. അപ്പം തിരിച്ച് ഞാനിങ്ങനെ നോക്കിയപ്പോൾ എന്നെ നോക്കി ചിരിച്ചിട്ട് ഉണ്ടാതിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്ത് പറ്റി, പണിക്ക് പോയില്ലേ? ഇല്ല, പണിക്ക് പോകാൻ ആരും വന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ നോക്കിയിട്ട് ഞാൻ പറഞ്ഞ്, അത് മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യും, അന്തിമമായ തീരുമാനം കർത്താവിൻ്റെതാണെന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ചിരിച്ച് ഞാൻ വീട്ടിലോട്ട് വന്നപ്പോൾ എൻ്റെ ഉള്ളിൽ പറയുകയാണ്, നീ ഡ്രസ്സൊക്കെ എൻ്റെ ഭർത്താവിൻ്റെ ആയിരുന്നല്ലോ മടക്കി വെച്ചേരെ, നീനക്ക് പോകാമെന്ന് പറഞ്ഞു. എൻ്റെ ഉള്ളിലാ തോന്നിയപ്പോൾ പെട്ടെന്ന് ഞാൻ എൻ്റെ ഭർത്താവിനോടൊന്നും പറയാതെ ഡ്രസ്സൊക്കെ മടക്കി വെക്കുകയായിരുന്നു. മടക്കി വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഭർത്താവ് വീട്ടിലോട്ട് വന്ന് ആളത്തെ മദ്യപിക്കുന്നതാണ്. മദ്യപിച്ചുകൊണ്ട് വന്ന് ഒന്നും മുണ്ടിയില്ല. ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്നോട് പറയാണ്, വേസ്റ്റൊക്കെ എടുക്കുക, നമുക്കൊണ്ട് കളഞ്ഞിട്ട് വരാം. ഞാൻ ഇങ്ങനെ നോക്കിയായിരുന്നു. അപ്പോൾ ഇത് ഇരുന്നാൽ നാറും, അതുകൊണ്ട് നമുക്ക് വേസ്റ്റ് കളഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇയാൾ പറഞ്ഞിട്ട് ഇത് പോയി കളഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് പറയാം, ഷർട്ടൊക്കെ തേച്ച് വെക്ക്, നമുക്ക് ധ്യാനത്തിന് പോകാമെന്ന്. അപ്പം ഞാൻ പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ ഭയങ്കര സന്തോഷവും ഓടി ഈശോയുടെ അടുത്ത് പോയി നിന്ന് കരയൊക്കെ ചെയ്ത് ഞാൻ, ഈശോയെ, നീ ഒരുക്കിയല്ലോ, എന്നോട് പറഞ്ഞതുപോലെ എൻ്റെ ജീവിത പങ്കാളിയാണ് എൻ്റെ കൂടെ വരാൻ നീ ഒരുക്കിയല്ലോ എന്ന്. കാര്യം ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിൽ ഞാൻ പോയി പറഞ്ഞത് ഇതാണ്, ഇത് എൻ്റെ വിഷയമല്ല, ഈശോയെ, നിൻ്റെയും നിൻ്റെ അമ്മയുടെ വിഷയമാണ്, എൻ്റെ ഭർത്താവിനെ എൻ്റെ കൂടെ ഈ ധ്യാനത്തിന് നീ കൊണ്ടുവരണേ എന്ന് പറഞ്ഞ് അവിടെ ഏൽപ്പിച്ച വിഷയം ഒരിക്കലും നഷ്ടപ്പെട്ടു പോലും എന്നുള്ള വിശ്വാസത്തോടെ ഞാനിരുന്നു. ഇന്നതാ എൻ്റെ കൂടെ എൻ്റെ ഈശോ എൻ്റെ അമ്മയെ കൊണ്ടുവന്ന് എൻ്റെ ജീവിത പങ്കാളിത ഇവിടെ ഇരുന്ന് ധ്യാനം കൊടുക്കുന്നുണ്ട്. അതിന് ഞാൻ ഈശോയ്ക്ക് 1000 കോടി നന്ദി എൻ്റെ അമ്മയ്ക്ക് ഈശോയ്ക്കുമായി പറയുന്നു. അത് ഞാൻ ഈ ജപമാല തന്ന അന്ന് തൊട്ട്, രക്തക്കണ്ണീർ ജപമാല എൻ്റെ കെട്ടുന്ന അന്ന് തൊട്ട് ഈ വരുന്നത് വരെയും ഈ 7 ജപമാലയും ഞാൻ ഒരു ദിവസം പോലും മുടങ്ങാതെ മാതാവ് എന്നെ കൊണ്ട് ചൊല്ലിച്ചു. അതിന് 1000 കോടി നന്ദി പറയുന്നു. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധമ്മയുടെ രക്തക്കണ്ണീർ നിരന്തരമായി ചെല്ലിയാണ് ഇത്രയും അനുഭവങ്ങൾ നടന്ന്, പ്രത്യേകിച്ച് ഒത്തിരി പ്രാർത്ഥിച്ചൊരുങ്ങിയാണ് ഇവരുടെ വന്നത്. ഇവിടെ നന്നായി പ്രാർത്ഥിച്ചൊരുങ്ങിയാലാണ് പ്രത്യേകിച്ച് ഈ സ്വർഗ്ഗപക്ഷ ഇതിനകത്ത് എത്താൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് വഴിമുട്ടിപ്പോകും. ഇത് ഒന്നാമത്തെ ഉദാഹരണം പറഞ്ഞത്. ഒത്തിരി പ്രാർത്ഥിച്ചൊരുങ്ങിയവർക്കാണ് ഇതിനകത്തൊന്ന് കയറാൻ പറ്റും കേട്ടോ. അപ്പോൾ നന്ദി പറഞ്ഞ് കരമടിച്ചേ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ടീന, ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നു. ഇതെൻ്റെ 7ാമത്തെ ധ്യാനമാണ്. ഈ 7 ധ്യാനത്തിനും ഒരു തടസ്സവും കൂടാതെ എന്നെ ഇവിടെ കൊണ്ടുവച്ച മാതാവിനും ഈശോയ്ക്കും ആദ്യം തന്നെ ഞാൻ നന്ദി പറയുന്നു. ഞാനിവിടെ ധ്യാനത്തിന് വന്നത് തന്നെ എൻ്റെ 2 നിയോഗം മാതാവിൻ്റെ മുമ്പിൽ സമർപ്പിച്ചു കൊണ്ടിട്ടാണ്. അപ്പോൾ അതിൽ എൻ്റെ ആദ്യത്തെ നിയോഗം എന്ന് പറയുന്നത് IELTS എക്സാമിൽ എനിക്ക് പാസ്സാവുക എന്നതാണ്. അപ്പം കഴിഞ്ഞ മാസം 30-ാം തീയതിയായിരുന്നു എൻ്റെ എക്സാം, IELTSയുടെ എക്സാം. അപ്പോൾ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് ഇംഗ്ലീഷ് പോലും നല്ല രീതിക്ക് സംസാരിക്കാൻ എനിക്ക് പറ്റത്തില്ല.
അപ്പോൾ ഞാൻ കഴിഞ്ഞ മാസം എക്സാമിന് പോയപ്പോൾ ഈ ടെൻഷനോട് കൂടി പോയി. അപ്പോൾ എൻ്റെ ഈ മാതാവിനെയും ഈ ജപമാലയും ഞാൻ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, അമ്മ മാതാവേ, നീ എന്നിലൂടെ സംസാരിക്കണം. എക്സാം എഴുതുമ്പോൾ എന്നിലൂടെ അമ്മയുടെ കരം പിടിച്ച് എക്സാം എഴുതി എനിക്ക് അതിൽ വിജയം തരണമെന്ന് പറഞ്ഞ് ഞാൻ ശക്തമായിട്ട് പ്രാർത്ഥിച്ച് ഞാൻ എക്സാം ഹാളിലോട്ട് പോയപ്പം ഈ മാതാവിനെയും ജപമാലനെയും കൊണ്ട് ഞാൻ പോയി. എക്സാം എഴുതിയിട്ട് വന്നപ്പം എനിക്ക് യാതൊരു ടെൻഷനും ഇല്ല. അപ്പം എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, എക്സാമിൻ്റെ റിസൾട്ട് എനിക്ക് അടുത്ത ധ്യാനത്തിന് മുമ്പ് അറിയണമെന്ന്. അപ്പോൾ അവർ പറഞ്ഞ അങ്ങനെ എഴുതിയവർ പറഞ്ഞ് 13 ദിവസത്തിലേ റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പം ഞാൻ കരുതി ശരി, ഇപ്പം അവരുടെ റൂൾസ് അങ്ങനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. മാതാവിനോട് പ്രാർത്ഥിച്ചു. എക്സാം കഴിഞ്ഞപ്പോൾ അവരവിടെ പബ്ലിഷ് ചെയ്തു 7 ദിവസത്തിൽ റിസൾട്ട് കിട്ടുമെന്ന്. അപ്പോൾ ഞാൻ എക്സാം ഹാളിൽ ഇരുന്നുകൊണ്ട് തന്നെ ചിന്തിച്ചു, 7ാമത്തെ ദിവസമൊക്കെ ശനിയാഴ്ച ദിവസം ഞാൻ ധ്യാന ഹാളിൽ ഇരുന്ന് തന്നെ റിസൾട്ട് അറിയും. ഇവിടെ വന്ന് ഇന്ന് ഉച്ചയ്ക്ക് എനിക്ക് റിസൾട്ട് വന്നു. IELTS എക്സാമിന് ഞാൻ പാസ്സായി. എൻ്റെ അമ്മ മാതാവ് എനിക്ക് വിജയം നൽകി അനുഗ്രഹിച്ചു. കാരണം ഞാൻ ഇവിടെ ധ്യാനത്തിന് വരുന്നതിന് തന്നെ ഒരുപാട് പേര് എന്നെ പരിഹസിച്ചു. കാരണം ഇവിടെ പോയി പ്രാർത്ഥിച്ച് ഇപ്പോൾ പരീക്ഷയ്ക്ക് ജയിക്കാൻ പോകണം അങ്ങനെയൊക്കെ പറഞ്ഞ് എൻ്റെ അമ്മായിയമ്മ അങ്ങനെ ഒരുപാട് പേര് എന്നെ നല്ല രീതിക്ക് പരിഹസിച്ചു. അപ്പം ഞാൻ ഉള്ളുകൊണ്ട് വേദനയോടെ പറഞ്ഞു, മാതാവേ, അവരുടെ മുമ്പിൽ എനിക്ക് വിജയം ആഘോഷിക്കുവാനും എൻ്റെ അമ്മയുടെ കരം ഉയർത്തിപ്പിടിച്ച് എൻ്റെ വിജയം പങ്കുവയ്ക്കാനുള്ള കൃപ തരണമെന്ന്. അമ്മ മാതാവ് ഈ പുണ്യഭൂമിയിൽ വെച്ച് തന്നെ എനിക്ക് റിസൾട്ട് അറിയുവാനും എനിക്ക് വിജയം നൽകി. അതിന് തന്നെ എൻ്റെ മാതാവിന് 1000 നന്ദി പറയുന്നു. രണ്ടാമതായിട്ട് എനിക്ക് 6 വർഷമായിട്ട് മൂക്കിൽ ഓപ്പറേഷൻ ഉണ്ട്. അപ്പം അത് എനിക്ക് പൊടിയടിക്കുമ്പോൾ മൂക്കൊക്കെ പൊട്ടി ഭയങ്കര ബുദ്ധിമുട്ടാണ്. നല്ല രീതിക്ക് ഞാൻ 6 വർഷം കൊണ്ട് അനുഭവിച്ചു. ഇവിടെ ധ്യാനത്തിന് വന്നതിന് ശേഷം 2 മാസം ഞാൻ വന്നപ്പോൾ ആ മുറിവോട് കൂടി തന്നെയാണ്, ആ ബുദ്ധിമുട്ടോട് കൂടി തന്നെയാണ് ഞാൻ ഇവിടെ ധ്യാനത്തിന് വന്നത്. പക്ഷേ ഇപ്പോൾ എനിക്ക് എത്ര തന്നെ പൊടിയടിച്ചാലും എന്ത് തന്നെ എവിടെ യാത്ര ചെയ്താലും ഇപ്പം ആ മൂക്കിൽ ആ ബുദ്ധിമുട്ടോ ആ മുറിവോ അങ്ങനെ യാതൊരു കുഴപ്പവും ഇല്ല. എനിക്കിപ്പോൾ ഓപ്പറേഷനേ വേണ്ട, അതിൻ്റെ യാതൊരു തടസ്സവുമില്ല. തൊണ്ടയിലുള്ള ആ കിഴപ്പും വേദന എല്ലാം തന്നെ എൻ്റെ മാതാവ് മാറ്റിത്തന്നു. ഇത്രയും അനുഗ്രഹം തന്ന മാതാവിന് കോടാനുകോടി നന്ദി. പ്രൈസ് ലോർഡ്. ദൈവം ആദ്യത്തെ അറ്റംപ്റ്റിന് തന്നെ IELTS പരീക്ഷ ഈ ഓണത്തിൽ ജയിക്കാനായിട്ട് ദൈവം സാധിച്ചു. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ കൊടുത്ത ദൈവ തമ്പുരാൻ ഒത്തിരി നന്ദി പറയുന്ന കരങ്ങടിച്ചേ, ശക്തിയോടെ കരങ്ങടിച്ചേ. യേശുവേ നന്ദി. പ്രൈസ് ലോർഡ്.